നമ്മുടെ ആൾക്കാർ പ്രോഫിറ്റ് ഇങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് പലതരം വഴികൾ ശരിക്കും ഉപയോഗിക്കാറുണ്ട്. ചില ആൾക്കാർ ഉപയോഗിക്കുന്ന വഴി മൊത്തം ഇത്ര രൂപയുടെ സെയിൽ കടന്നു, ഓക്കെ, അതിന് എത്ര രൂപയുടെ പർച്ചേസ് വന്നു, എത്ര രൂപയുടെ എക്സ്പെൻസ് വന്നു, ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് പ്രോഫിറ്റ്. അതെ, നോർമലി നമ്മൾ ചില ആൾക്കാർ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസത്തിന്റെ ആദ്യത്തിൽ കടം മേടിക്കും, എന്നിട്ട് മാസാവസാനം എല്ലാ കടവും കിട്ടും, കടമൊന്നും ബാക്കിയില്ല, ഒരു കടം ബാക്കിയില്ല, ബാക്കി ബാലൻസ് എത്ര രൂപ ബാങ്കിൽ വന്നു, അതാണ് പ്രോഫിറ്റ്. ഇതൊരു പഴയ മെത്തേഡുകളാണ് ഇതൊക്കെ. അതെ, ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്. ചിലര് കൊടുക്കാനുള്ള കാശുകൾ അതാ ദിവസം കൊടുത്തു തീർക്കും, എന്നിട്ട് ബാക്കി എത്ര കാശ് പെട്ടിയിലുണ്ടെന്ന് നോക്കും. ഇതാണ് ഇതിന്റെ പ്രോഫിറ്റ്. ഇതൊക്കെ നമുക്ക് എന്താ പറയാ, അടയ്ക്കാറ് അത്ര പോകുന്ന സ്ഥാപനം കൊണ്ടുനടക്കാം ഈ പറഞ്ഞ മെത്തേഡൊക്കെ ഉപയോഗിച്ച്. ഇത് അടയ്ക്കാമറ ആയാലല്ല, പിന്നെ തോളത്ത് വെക്കാനായിട്ട് 5 ആൾ വേണമെന്ന് പറഞ്ഞ കണ്ടീഷനാണ്, പിന്നെ കൊണ്ടുനടക്കാൻ പറ്റില്ല. അത് അങ്ങനെ നമ്മൾ എത്തുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് സോഫ്റ്റ്വെയറിന്റെ സഹായം ഇല്ലാണ്ട് ഒരു കാരണവശാലും മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ മാനേജ് ചെയ്യാം? അപ്പൊ ചില സോഫ്റ്റ്വെയറുകൾ വരും, ഒരു ലോഡ് ആൾക്കാർ വേണം ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പൊ ഇന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവന്റെ റണ്ണിങ് കോസ്റ്റ് അങ്ങോട്ട് വെരി ഹൈ ആയി മാറും, അപ്പോഴും മാർജിൻ ഇടിച്ചു പോകും. ഞാൻ നോക്കിയിട്ട് വളരെ ചുരുക്കം സോഫ്റ്റ്വെയർ മാത്രമാണ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന വിധത്തിലേ ഉള്ളൂ. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ശരിക്കും ഒരു മീൽസ് നമ്മൾ ഉണ്ടാക്കി വിറ്റപ്പോ നമുക്ക് ഈ മാസം എത്ര രൂപ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു കൃത്യമായ ഉത്തരമില്ല. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മള് ഒരു ചിക്കൻ കറിയാ നോക്കിയാ ഒരു എക്സാമ്പിൾ, ഇത് പല ദിവസം വരുന്നത് പല വിലയിലായിരിക്കും. വില ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാം ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ അതിന്റെ ക്വാണ്ടിറ്റി അടിക്കുമ്പോൾ 1 കിലോന്റെ ആവറേജ് റേറ്റ് കിട്ടി. ഇത് വെച്ച് ഇതിന്റെ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയാം. അതായത് ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് എഴുതിയിട്ട് അതിന്റെ ആവറേജ് റേറ്റ് എഴുതിയിട്ട് നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രൈസ് നമുക്ക് കിട്ടും. അങ്ങനെ ഇൻഡു എത്ര എണ്ണം നമ്മൾ ബില്ലടിച്ച് അത്ര അടിച്ചിട്ട് നമ്മുടെ ടോട്ടൽ വരുമാനവും ഈ പർച്ചേസ് കോസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അതൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഇത് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് വരുമ്പോൾ നമുക്ക് അതർ എക്സ്പെൻസുകൾ കൂടി ഇതുമൊക്കെ അപ്ലിക്കബിൾ ആയിട്ട് വരണം. കാരണം എന്താ വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഒരു ബിരിയാണി ഉണ്ടാക്കിയ കാര്യമില്ല, അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമല്ല, അത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു എംപ്ലോയീസ് അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട്, അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പെൻസ് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കും, അതിന്റെ ഡ്രൈവർ ഉണ്ടാവും, സെക്യൂരിറ്റി ഉണ്ടാവും, കണക്കെഴുത്തുകാരുണ്ടാവും, ഇങ്ങനെ 100 ചെലവുണ്ട്. ഈ ചെലവ് മുഴുവൻ ഈ ബിരിയാണിക്ക് കാരണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര രൂപ കിട്ടി എന്ന് ചോദിക്കണ ചോദ്യത്തിന് ഉത്തരമില്ല, മൊത്തക്കണക്കുണ്ട്. അപ്പൊ ഏത് പ്രൊഡക്റ്റിനാണ് നമുക്ക് പരിക്ക് വരണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോ ബിരിയാണി നഷ്ടത്തിലാവും കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് ബിരിയാണിയും. അപ്പൊ കച്ചവടം ചെയ്യുന്നതിനനുസരിച്ചിട്ട് നഷ്ടം കൂടിക്കൊണ്ടിരിക്കും. എത്ര ബിരിയാണി പറ്റും അത്രയും നഷ്ടം. അപ്പൊ നമുക്ക് ഈച്ച് ആൻഡ് എവരി പ്രൊഡക്റ്റിന് എത്ര രൂപ ചെലവ് വന്നു നമുക്ക് ഒരു ഒറ്റ ക്ലിക്കിൽ എടുക്കാൻ പറ്റണം. അങ്ങനെ എടുത്താൽ നമ്മൾ വിജയിച്ചു. അപ്പൊ ഒന്നില്ലെങ്കിൽ ബിരിയാണിയുടെ വില കൂട്ടുക, അല്ലെങ്കിൽ അതിന്റെ സെർവ് ചെയ്യുന്ന മെത്തേഡ് മാറ്റുക, അല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് മാറ്റുക, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന് വേറെ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വരുത്തി കോസ്റ്റ് കൂട്ടുക. അപ്പൊ നെറ്റ് കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഇതൊരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള പരിപാടിയാണ്. ഇത് ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ റെസ്റ്റോറന്റ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞെന്നുള്ളൂ. എല്ലാ ബിസിനസ്സിലും ഈ പ്രശ്നമുണ്ട്.